വീണ്ടും എനിക്ക് ട്രിവാൻഡ്രം ലേവർ കിട്ടി. ദാറ്റ് ടു വിത്തൗട്ട് ബീറ്റിംഗ്. സംടൈംസ് മൈ റോസ്റ്ററിംഗ് ടീം സർപ്രൈസസ് മീ ലൈക്ക് ദിസ്. യൂബറിലാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും. ഇൻ കേസ് എനിക്ക് ട്രിവാൻഡ്രം ലേവർ കിട്ടിയ എന്തിനേറെ ഞാൻ നാട്ടിൽ ലീവിന് പോകുമ്പോഴും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ യൂബർ ബുക്ക് ചെയ്താണ് പോകുന്നത്. ഇപ്പം ഐ തിങ്ക് എവരിബഡി നോസ് റൈറ്റ്, യൂബർ ഈസ് അവൈലബിൾ ഇൻ ട്രിവാൻഡ്രം ആൻഡ് എസ്പെഷ്യലി ടു ആലങ്കോട്, ആറ്റിങ്ങൽ ആൻഡ് എന്തിനേറെ തൊട്ടിക്കൽ വരെയും കിട്ടും. പിന്നെ തിരികെ വരാനും ഞാൻ ഒരു 1 hour വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് യൂബർ കിട്ടിയായിരുന്നു. ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? ഞാനത് ഫാബ്രിക് എടുത്ത് കൊടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ഓർണമെൻറ്റ്സ് ഇല്ലേ, ദാറ്റ് ഓൾസോ ഐ ബോട്ട് ഇറ്റ് ഫ്രം മീഷോ. ദാറ്റ്സ് വെരി അഫോർഡബിൾ ആണ്, സംതിങ് അറൗണ്ട് 250 rupees. ദിസ് ഇസ് മൈ ആദൂച്ചി. എനിക്കൊരു ഉമ്മ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വലിയ പാടാ തരാൻ, എന്നാലും ഞാൻ പിടിച്ചു വാങ്ങും. ചോദിച്ചാൽ തന്നില്ലെങ്കിൽ നമ്മൾ പിടിച്ച് തന്നെ വാങ്ങുക. പിന്നെ അതിനുശേഷം നാട്ടുവഴിയിലൂടെ ഒരു സർക്കിട്ട്. ഇപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, പക്ഷേ ഇത് കറങ്ങി തിരിഞ്ഞ് എന്നെ കൊണ്ട് പോവുകയാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ്. ദെൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ എനിക്ക് മാനത്തണിയൊക്കെ കാണിച്ചു തന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മാനത്തണി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗായ്സ്? നട്ടുച്ചയ്ക്കുള്ള ഈ ബൈക്ക് റൈഡ് ഐ റിയലി എൻജോയ്ഡ്. അതും എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഈ വെയിൽ കൊണ്ടതിന് ശേഷം അതെന്തായാലും നന്നായിട്ട് മാറിയിട്ടുണ്ടാക്കണം. എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വട്ട് കയറിയിട്ട് സ്പീഡ് കൂട്ടും കുറയ്ക്കും. എന്തായാലും ആ സ്പീഡ് കൂട്ടിയപ്പം എൻ്റെ തലയിരുന്ന തൊപ്പി തെറിച്ചു പോയി. പിന്നെ ആ പോകുന്ന വഴിയിൽ ഒരു ചെളിക്കുണ്ട് കണ്ടു. ആ ചെളിക്കുണ്ടിൽ കൂടി ഞങ്ങളുടെ വെയിറ്റ് കാരണം അവന് ബൈക്ക് നീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നിന്നു. അവൻ പിന്നെ തുഴഞ്ഞു കയറി. അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു കുളം കണ്ടത്. ഇതാണ് അയ്യമ്പള്ളി കുളം. പച്ചപ്പും ഹരിതാപവും മാടി വിളിച്ചത് കാരണം അവിടെ ഇറങ്ങി നിന്നു. കുറച്ചു നേരം കാറ്റ് കൊണ്ടു. ബട്ട് എന്നാലും നല്ല ഉച്ച വെയിലായിരുന്നു. പിന്നെ അപ്പോഴാണ് ആദൂച്ചിയെ ഞാൻ പേടിച്ചത്, കുളത്തിൽ തള്ളിയിടുന്ന പോലെ. പാവം പേടിച്ചു. ഐ ഫെൽ ബാഡ്. ദെൻ ഐ ടോൾഡ് മൈസെൽഫ് ഡോണ്ട് ഡു ഇറ്റ് അഗൈൻ എന്ന്. പാവം പേടിച്ച ആദൂച്ചിയെ ഞാനിങ്ങനെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, മമ്മ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ ഗായ്സ്, അല്ലെങ്കിലും ഞാൻ പണ്ടേ ഇങ്ങനെ കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ. പാവം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അവളായിരുന്നു എപ്പോഴും എൻ്റെ ഇര. അവളെ ഞാൻ ഒളിച്ചു നിന്നിട്ട് ടോ എന്നൊക്കെ ആക്കി ഒരുപാട് പേടിപ്പിക്കുമായിരുന്നു പാവം. ബട്ട് അവളാണിത് തിരിച്ച് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ നിലവിളിച്ച് കൂകി അവളോട് പിണങ്ങിയിരുന്ന് ആകെ അങ്ങ് ഞാൻ സീനാക്കിയാണ്. നിങ്ങളും ഇങ്ങനെ എന്നെ പോലെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ, തമാശയായിട്ട് പേടിപ്പിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. അത് ആക്ച്വലി നന്നായിട്ട് അവരെ ബാധിക്കും. എസ്പെഷ്യലി ഇങ്ങനെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു, മഞ്ഞൾ പ്രസാദവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാട്ട് പാടക്കാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയും ഫുഡും ഒക്കെ കഴിച്ചു. പിന്നെ ഇതെൻ്റെ ഉമ്മയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയാണ്, അവരുടെ ഫാമിലി ഫോട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.